കേന്ദ്ര ബജറ്റിൽ സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് അധികമായ പരിഗണന നൽകുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ വന്നതോടെ തെലുങ്കുദേശം പാർട്ടി, ജനതാദൾ യുണൈറ്റഡ് എന്നിവരെ ഒപ്പം കൂട്ടിയാണ് BJP സർക്കാർ രൂപീകരിച്ചത്. മോദിയുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടാതിരിക്കാൻ വേണ്ടി സഖ്യകക്ഷികൾക്കും അവരുടെ സംസ്ഥാനങ്ങൾക്കും ധനമന്ത്രി ഇപ്പോൾ ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുകയാണ്. ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളായിരുന്നു ഈ സർക്കാർ രൂപീകരണ വേളയിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഉയർത്തിക്കാട്ടിയത്. എന്നാൽ പ്രത്യേക പദവികൾ ഇല്ലെങ്കിലും വമ്പൻ പദ്ധതികളാണ് ഇരു സംസ്ഥാനങ്ങൾക്കും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാറിന് 26,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി അടക്കം ഏതാണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ ധനമന്ത്രി ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11,500 കോടി രൂപയുടെ പ്രളയ സഹായവും വിമാനത്താവളം, മെഡിക്കൽ കോളേജ്, 2 ക്ഷേത്ര ഇടനാഴികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അടിസ്ഥാന സൗകര്യത്തിന് മാത്രം ബീഹാറിൽ 26,000 കോടി രൂപയാണ് ആകെ അനുവദിച്ചിരിക്കുന്നത്. ബീഹാറിൽ വിമാനത്താവളവും മെഡിക്കൽ കോളേജും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത്സർ കൊൽക്കത്ത വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി ബീഹാറിലെ ഗയയിൽ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. പാറ്റ്ന പൂർണ്ണ എക്സ്പ്രസ് വേ, ബുക്സർ ഭഗൽപൂർ ഹൈവേ, ബോധ്ഗയ, രാജ്ഗീർ, വിശാലി, ധൻബർഗ എന്നീ റോഡ് കണക്ടിവിറ്റി പ്രോജക്റ്റുകൾക്ക് പുറമെ ബുക്സാറിൽ ഗംഗാ നദിക്ക് മുകളിലായി 2 വരി പാലത്തിൻ്റെ നിർമ്മാണത്തിനുള്ള പദ്ധതിയും ഈ ബജറ്റിൽ ബീഹാറിനായി നീക്കിവച്ചിട്ടുണ്ട്. സർക്കാരിനെ താങ്ങി നിർത്തുന്ന TDPയെ സുഖിപ്പിക്കാൻ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 15,000 കോടി രൂപയും വരും നാളുകളിൽ പ്രത്യേക ധനസഹായവുമാണ് ആന്ധ്രയ്ക്കായി ലഭിച്ചിരിക്കുന്നത്. ആന്ധ്ര തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിന് 15,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ബഹുമുഖ ഫണ്ടിന് ഏജൻസികളിൽ നിന്നും പണം പിരിച്ച് കേന്ദ്രം വഴി നൽകുമെന്നും നിർമ്മല സീതാരാമൻ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന് വിവിധ പാക്കേജുകളിലായി ധനസഹായം പ്രഖ്യാപിച്ച ധനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് TDP നേതാവും ആന്ധ്രാപ്രദേശ് മന്ത്രിയുമായ ലോകേഷ് നാറ രംഗത്ത് വന്നിരുന്നു. എക്സിലൂടെയായിരുന്നു നാറയുടെ നന്ദി പ്രകടനം. ആന്ധ്രാപ്രദേശിൻ്റെ പുനർനിർമ്മാണത്തിനായി 15,000 കോടി രൂപ അനുവദിച്ച NDA സർക്കാരിനെ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ആന്ധ്രാപ്രദേശ് താങ്ക്സ് മോഡിജി എന്ന ഹാഷ്ടാഗിനൊപ്പമാണ് ഇത് നാറ എക്സിൽ പോസ്റ്റ് ചെയ്തത്. ബീഹാർ, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ സമഗ്ര വികസനത്തിനായി പൂർവോദയ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ കക്ഷികൾക്ക് ഈ ബജറ്റിൽ കാര്യമായ പരിഗണന കേന്ദ്രം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. JDUവിൻ്റെ പിന്തുണയ്ക്കായി നിതീഷിനെയും ബീഹാറിനെയും സുഖിപ്പിക്കുക എന്നതുപോലെ TDPക്ക് വേണ്ടി ആന്ധ്രാപ്രദേശിലും കോടികൾ വാരിയെറിയുകയാണ് കേന്ദ്ര സർക്കാർ. അതേസമയം കേരളത്തിനും തമിഴ്നാടിനുമെല്ലാം കടുത്ത അവഗണനയാണ് ഈ ബജറ്റിൽ ഉണ്ടായത്. ആദ്യമായി ഒരു ലോക്സഭ MPയെ സമ്മാനിച്ചിട്ടും സുരേഷ് ഗോപി അടക്കം 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും കേരളത്തിന് ബഡ്ജറ്റിൽ പരാമർശം പോലും ഇല്ല എന്നതാണ് വാസ്തവം.